ബോധ്യം. നാം ഇരിക്കുന്നത് ദേവാലയത്തിലാണെന്ന ബോധ്യം, ദൈവസാന്നിധ്യം തിരിച്ചറിയണമെങ്കിൽ അവനവനെ തിരിച്ചറിയുന്ന അനുഭവത്തിലൂടെ എൻ്റെ ബലഹീനതകളും എൻ്റെ രോഗങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ കഷ്ടങ്ങളും എൻ്റെ പ്രയാസങ്ങളും അറിയുന്ന ദൈവസന്നിധിയിലാണെന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൈവത്തെ കാണുവാനും ദൈവശബ്ദം കേൾക്കുവാനും നമ്മെ തന്നെ ഒരുക്കുന്ന നിമിഷങ്ങളായി തീരണം. മൊബൈൽ ഫോണുകളും മറ്റുമൊക്കെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അത് വരുമ്പോൾ ഇടയ്ക്ക് ഇറങ്ങി മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുവാനിടയാവരുത്. ഇവിടെ മനുഷ്യൻ്റെ കഴിവോ പ്രാപ്തികളോ പുണ്യപ്രവൃത്തികളോ ഒന്നുമല്ല. ദൈവം വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവശബ്ദത്തിന് കാതോർക്കുന്നവർക്ക് ദൈവികമായ അനുഗ്രഹങ്ങളുടെ കൃപയുടെ നിമിഷങ്ങളായിത്തീരും. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വങ്ങൾ കാണാം. ഒരുപക്ഷെ ഈ പുണ്യഭൂമിയിൽ